സ്പീഡ് പോസ്റ്റിലാണെങ്കിൽ നമുക്ക് വേഗത്തിൽ പോകേണ്ട ആർട്ടിക്കിളെല്ലാം സ്പീഡ് പോസ്റ്റ് ആയിട്ട് അയക്കുന്നത്. രജിസ്റ്റേർഡ് ആയിട്ടുണ്ട്, ഓർഡിനറി ആയിട്ടുണ്ട്, പിന്നെ സ്പീഡിൽ പോകേണ്ടത് സ്പീഡ് പോസ്റ്റിലായിരിക്കും. അപ്പോൾ അതിനും നമ്മൾ ഇതുപോലെ തന്നെ പിന്നെ ഫ്രം അഡ്രസ്സും ടു അഡ്രസ്സും പിൻകോഡും എല്ലാം എഴുതി കൗണ്ടറിൽ കൊടുക്കുന്നു. അതിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ട് അവരെ പിന്നെ എത്ര രൂപയാണെന്ന് പറയും, നമ്മൾക്ക് റെസീപ്റ്റ് തരും. അങ്ങനെ സ്പീഡ് പോസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്പീഡ് പോസ്റ്റ് ആയിട്ട് ബുക്ക് ചെയ്യുന്ന അത് കുറച്ചും കൂടെ വേഗത്തിൽ കിട്ടുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്പീഡ് പോസ്റ്റിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മളിപ്പോൾ ഇവിടുന്ന് ഒരു സ്പീഡ് പോസ്റ്റ് ഡൽഹിക്ക് അയച്ചു. അപ്പോൾ നമുക്ക് ഈ പിന്നെ ഇന്റർനെറ്റ് സൗകര്യമൊക്കെ ഉള്ളിടത്ത് വീട്ടിൽ തന്നെ കയറി കമ്പ്യൂട്ടറിൽ ഇന്റർനെറ്റിൽ കയറി നോക്കാം. ഇപ്പോൾ ഈ സ്പീഡ് പോസ്റ്റ് ഇപ്പോൾ ഇവിടെ ചെന്നിരിക്കുന്നു. അപ്പം ഒരു മണിക്കൂർ കഴിയുമ്പോൾ ഇത്, അല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോൾ ഇത് ഇന്ന സ്ഥലത്ത് ചെന്നേക്കുന്നത് അതിൽ നോക്കി അറിയാം. ആ നമ്പരൊക്കെ ജസ്റ്റ് അടിച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് അങ്ങനെ അറിയാം. അപ്പോൾ 3 ദിവസം കഴിഞ്ഞപ്പോൾ അത് ഡൽഹിയിൽ ചെന്നെന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഇരുന്നുകൊണ്ട് ഇന്റർനെറ്റ് വഴി ആ കമ്പ്യൂട്ടറിൽ നമുക്ക് ട്രേസ് ചെയ്തെടുക്കാം. എവിടെ ചെന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ അവിടം വരെ ചെന്നു, പിന്നെ അതിൻ്റെ മൂവ്മെന്റ്സ് കാണുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട് സ്പീഡ് പോസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം. പിന്നെ നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുന്നതെന്ന് വെച്ചാൽ മണി ഓർഡറുകൾ പൈസ നമ്മളിപ്പം ദൂരെയുള്ള ഒരാൾക്ക് പൈസ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള സിസ്റ്റമാണ് മണി ഓർഡർ. അതും ഇതുപോലെ തന്നെ ഓരോ 100 രൂപ അല്ലെങ്കിൽ ഇത്ര രൂപ അയക്കും. 20 രൂപ അയക്കണമെങ്കിൽ 1 രൂപ കമ്മീഷൻ തരണം. അതുപോലെ 100 രൂപ അങ്ങനെ കണക്കാക്കുമ്പോൾ 100-ന് 5. ഇങ്ങനെ മണി ഓർഡറുകൾ നമ്മൾ പൈസ ദൂരെയുള്ള ഒരാൾക്ക് അയക്കണമെങ്കിൽ നമ്മുടെ അഡ്രസ്സ് എഴുതണം, അവരുടെ അഡ്രസ്സ് എഴുതണം, പിൻകോഡ് എഴുതണം, എന്നിട്ട് രൂപ കൊടുക്കുക. ഒരു ഫോറം ഉണ്ട്, മണി ഓർഡർ ഫോമിൽ നമ്മൾ പൂരിപ്പിച്ച് കൊടുക്കണം. അന്നേരം അവർ പൈസ മേടിച്ചിട്ട് നമ്മുടെ കയ്യിൽ പൈസയും മേടിക്കും, ഈ ഫോറവും മേടിക്കും. എന്നിട്ട് നമുക്ക് ഇതുപോലെ ട്രാൻസ്മിറ്റ് ചെയ്ത് അവിടെ കിട്ടും. അന്നേരം മേടിക്കുന്ന ആള് നെറ്റ് വഴിയാണ് വരുന്നത്. കമ്പ്യൂട്ടറിൽ കയറി രാവിലെ നമ്മൾ പോസ്റ്റ് മാസ്റ്റർ എടുത്ത് പോസ്റ്റ്മാൻ്റെ തരും. നമ്മൾ അഡ്രസ് കണ്ടുപിടിച്ച് അത് ആളിന് കൊടുക്കും. പൈസ കൊണ്ട് കൊടുക്കും. പോസ്റ്റ്മാൻ പൈസ കൊണ്ട് കൊടുക്കും. ഇവിടെ വരുന്നത് നമ്മൾ കമ്പ്യൂട്ടറിൽ നിന്ന് എടുക്കും, എന്നിട്ട് പോസ്റ്റ്മാൻ പൈസ ആദ്യകാലങ്ങളിൽ നമ്മൾ ഇവിടുന്ന് ഇതുപോലെ ഇതിനെക്കാട്ടി കട്ടിയുള്ള ഫോറമായിരുന്നു 25 വയസ്സായിക്ക്. അത് ഫില്ലപ്പ് ചെയ്ത് അഡ്രസ് എഴുതി പിന്നെ പൈസ അടച്ചു കഴിഞ്ഞാൽ ഈ ഫോറം ചെന്നിട്ട് വേണമായിരുന്നു ഈ ആളിന് പൈസ കൊടുക്കുക. ഇപ്പോൾ നമുക്ക് മലപ്പുറത്തേക്ക് ഒരു ഫോറം അയച്ചാൽ ഈ ഫോറം അവിടെ 3-ാമത്തെ ദിവസം ചെല്ലുന്നതിന് ശേഷമേ അത് കൊടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഇപ്പോൾ കമ്പ്യൂട്ടർ യുഗം ആയതിനു ശേഷം ഇത് നമ്മൾ ഇവിടെ എടുത്തിട്ട് നെറ്റിൽ വഴി വിടുകയാണ്. അന്നേരം തന്നെ അത് ആ ഓഫീസിൽ ചെല്ലും. അടുത്ത ദിവസം രാവിലെ ആ കമ്പ്യൂട്ടറിൽ കയറിയിട്ട് ഈ ഫോറം പ്രിന്റ് ചെയ്ത് അപ്പുറത്തേക്ക് അടുത്ത ദിവസം തന്നെ മണികൾ കൊടുക്കും. ഇലക്ട്രോണിക്, ഇതിൻ്റെ പേര് പറയുന്നത് ഇലക്ട്രോണിക് മണി ഓർഡർ. അതുപോലെ വേറൊരു സംവിധാനം കൂടെ ഉണ്ട്, ഇൻസ്റ്റന്റ് മണി ഓർഡർ എന്ന് പറയും. അത് നമ്മൾ പൈസ അടച്ചു കഴിഞ്ഞാൽ ഒരു 16 അക്ക കോഡ് തരും. നമ്മൾ കിട്ടേണ്ട ആളിനെ അത് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് ID പ്രൂഫ് കാണിച്ച് ആ കോഡ് പറയുന്നുണ്ട്
ആ പൈസ അന്നേരം തന്നെ വിതിൻ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കിട്ടും. ഇതെന്താ സാധനം? അതുപോലെ വിദേശത്തു നിന്ന് നമുക്ക് ഇങ്ങോട്ട് പൈസ അയക്കുന്നത് അതും ഇതുപോലെ പൈസ അവിടെ അടച്ചതിന് ശേഷം വീട്ടിലേക്ക് ഒരു കോഡ് നമ്പർ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ആ ആള് പോസ്റ്റ് ഓഫീസിൽ വരുന്ന ID പ്രൂഫ് കാണിച്ച് ആ കോഡ് നമ്പർ തരികയും നമ്മൾ പേ ചെയ്തതിന് ശേഷം ആ പൈസ അന്നേരം തന്നെ ആ ആളിന് കൊടുക്കുന്നതാണ്. പിന്നെ സാധനമാണിത് പോസ്റ്റ് കാർഡ്. ഇതിന് 50 പൈസയാണ്. ഇത് 2 തരമുണ്ട്. 50 പൈസയുടെ ഉണ്ട്, പിന്നെ 25 പൈസയുടെ ഉണ്ട്. 25 പൈസയുടെ കാർഡിൽ ഈ സൈഡിൽ പരസ്യം കൂടെ കൊടുക്കും.